ഒരു പോയിന്റിൽ സൂര്യ മാത്രമുള്ള ഒരു ഫ്രെയിം ഉണ്ട്, ഒരു ഇമോഷണൽ സീൻ. സൂര്യയുടെയും മമിതയുടെയും വിശ്വനാഥൻ സൺസ് എന്ന് പറഞ്ഞ സിനിമ കണ്ടു. ഡയറക്ടർ വെങ്കി അത്ലൂരി, റിട്ടൺ ബൈ വെങ്കി അത്ലൂരി ആൻഡ് കെൻ വിജയകുമാർ. നമ്മുടെ അക്കി ഭാസ്കർ ഒക്കെ ചെയ്ത ആളാണ്. ആ ഒരു ക്വാളിറ്റി ഓഫ് മേക്കിംഗ് സിനിമയിൽ കാണാം. സിനിമയെ പറ്റി പറയുവാണെങ്കിൽ എനിക്ക് സിനിമ വർക്കായി. സിനിമ ആക്ച്വലി ഉണ്ടല്ലോ ഒരു പ്ലസന്റ് മൂവിയാണ്. ഒരു ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമ കാറ്റഗറിയിലൊക്കെ പെടുത്താൻ പറ്റുന്ന ഒരു സിനിമ. അൾട്രാ റിച്ച് ആയ ഒരു ഫാമിലി, ആ ഫാമിലി സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഈ സിനിമയുടെ ഒരു ആകെ ഒരു ടോട്ടാലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു റിച്ച്നെസ് സിനിമയുടെ ഉടനീളം കാണാം. അത് ഫ്രെയിംസിലാണെങ്കിലും ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, വീട്, അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, അവർ നടത്തുന്ന ഫങ്ഷൻസ്, ഇത്രയും റിച്ച് ആണെങ്കിലും വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള നായകനും നായകന്റെ ഫാമിലിയും. നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന സൂര്യ, അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് രാധിക ശരത് കുമാർ. അങ്ങനെ പോകുന്ന ഇവരുടെ ഫാമിലിയിലേക്ക് മാഡി, അതായത് മമിത കടന്നു വരുന്നു. ഈ സൂര്യ മമിത ഈ റിയൽ ലൈഫിലെ ഏജ് ഗ്യാപ്പ് സിനിമയിലും നമുക്ക് കാണാം. പക്ഷെ അതിനൊരു റീസൺ ഉണ്ട്. ആ റീസൺ ആണ് ഈ സിനിമയുടെ ബേസിക് പ്ലോട്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ സ്പോയിലർ ആവും. സോ അത് ഞാൻ പറയുന്നില്ല. ഈ റീസൺ എങ്ങനെ ഉണ്ടാവുന്നു, ഇത് എങ്ങനെ കൺവിൻസിങ് ആവുന്നു എന്നതറിയാൻ സിനിമ കണ്ടാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ആ റീസൺ കൊണ്ട് ഈ ഒരു ഏജ് ഗ്യാപ്പും ഈ ഒരു സിറ്റുവേഷൻ ഡെവലപ്പ് ആവുന്നതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. സൂര്യ മമിത കോംബോ ശരിക്കും ഒരു നാരോ ജേർണി ആയിരുന്നു. ഒരു പൊടിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ അൾട്രാ ക്രിഞ്ചായി പോകാമായിരുന്നു. സ്ക്രിപ്റ്റിന്റെ ഒരു ഗ്രിപ്പ് കൊണ്ടോ ഈ ഒരു കഥയുടെ പശ്ചാത്തലം കൊണ്ടോ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആക്ടേഴ്സിന്റെ ആക്ടിങ് മികവ് കൊണ്ടോ സംഭവം ഇവർക്കത് മാനേജ് ചെയ്യാൻ പറ്റി. കുറച്ചധികം നല്ല ആക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിപ്പോ റൊമാൻസ് ആയിക്കോട്ടെ, കോമഡി ആയിക്കോട്ടെ, ഇമോഷണൽ സീക്വൻസുകൾ ആയിക്കോട്ടെ, കറക്റ്റ് മീറ്ററിൽ ഹാൻഡിൽ ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു പോയിന്റിൽ സൂര്യ മാത്രമുള്ള ഒരു ഫ്രെയിം ഉണ്ട്, ഒരു ഇമോഷണൽ സീൻ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് സൂര്യയുടെ മാസ് സീൻസിനേക്കാളൊക്കെ ഒരുപാട് ഇഷ്ടം അദ്ദേഹം വളരെ സട്ടിലായിട്ട് ഇമോഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്ത് അഭിനയിക്കുന്നത് കാണാനാണ്. ഇത് എന്റെ ഒരു ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ മാസ് വൈസ് ഒക്കെ കാണിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസും സിനിമയിലുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് GV പ്രകാശ് കുമാർ. ഒരു മിനിമം ഗ്യാരണ്ടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാലോ. അതിപ്പോ സോങ് പ്ലേസ്മെന്റ്സ് ആയാലും ഒരു അൺവാണ്ടഡ് എലമെന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ആപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിന്റെ സിനിമറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് നിമിഷ് രവിയാണ്. പിന്നെ ഈ മൂവിയിൽ പറയുന്ന കൺസെപ്റ്റുകളോട് നമുക്ക് ചില വിയോജിപ്പുകൾ ഉണ്ടാകാം. അത് സിനിമയെ കണ്ടങ്ങ് ഒഴിവാക്കി കളഞ്ഞാൽ മതി. ഈ പടം ഒരുപാട് തല പുകച്ച് ഇരുന്ന് കാണേണ്ട ഒരു പടമൊന്നുമല്ല. ഒരു ഫാമിലി ആയിട്ട് ഒരു പ്രീ ജഡ്ജ്മെന്റ് ഒന്നും ഇല്ലാണ്ട് വന്ന് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു പടമാണ് വിശ്വനാഥൻ സൺസ്. സൂര്യയുടെ മാസ് ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്ത് വരുന്നവർക്ക് മേ ബി ഈ പടം വർക്കായില്ല എന്ന് വരാം. ചിലപ്പോൾ ഇത് ക്രിഞ്ചായിട്ട് തോന്നാം, ചിലർക്ക് ഇതൊരു യൂഷ്വൽ പ്ലോട്ട്. സോ ഓവറോൾ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. വിശ്വനാഥൻ സൺസ് ബൈ വെങ്കി.